ഹലോ, വെൽക്കം ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ടേബിൾ ടാഗിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് പറഞ്ഞു വെച്ചിരുന്നത് അല്ലേ, എങ്ങനെയാണ് ഒരു വെബ് പേജിൽ ടേബിൾസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടാഗുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു വെബ് പേജിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇന്ന ടേബിൾസൊക്കെ വേണം. ഏതൊക്കെയാണ്? ടേബിൾ ടാഗ്, TR ടാഗ്, TH ടാഗ്, TD ടാഗ്. ഇത്രയും ടാഗുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ടേബിൾ ടാഗ്? ഇനി ഓരോ ടാഗുകളും എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ടേബിൾ ടാഗ് എന്താണെന്ന് നോക്കാം. ടേബിൾ ടാഗ് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗാണ്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ടാവും. അപ്പോൾ എന്താണോ ടേബിളിൻ്റെ ഉള്ളിൽ വരേണ്ടത് അത് നമ്മൾ ഈ ടേബിൾ ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ടേബിൾ ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വെബ് പേജിൽ ടേബിൾസിനെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടേബിൾസിനെ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ടേബിൾ ടാഗ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ടേബിളിന് ആട്രിബ്യൂട്ട്സുകളുണ്ട്. ഇപ്പോൾ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ബോർഡർ കൊടുക്കണം, അതിൽ സ്പേസുകൾ കൊടുക്കണം, അല്ലെങ്കിൽ ബോർഡർ കളർ കൊടുക്കണം, അലൈൻമെൻറ്റ്, ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേബിൾ ടാഗിന് ആട്രിബ്യൂട്ട്സുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് നോക്കാം. ബോർഡർ കളർ, അലൈൻ, BG കളർ, ബാക്ക്ഗ്രൗണ്ട്, സെൽ സ്പേസിങ്, സെൽ പാഡിങ്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, ഫ്രെയിം, റൂൾസ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ടേബിൾ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഓരോന്നും എന്താ നോക്കാം. ബോർഡർ എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ നമ്മളുടെ ടേബിളിൻ്റെ ചുറ്റുമുള്ള ബോർഡർ, അതിന് എത്ര തിക്നെസ് വേണം? ബോർഡർ = 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു ടേബിളിൻ്റെ അറൗണ്ട് അതിന് ചുറ്റും ഉള്ള ആ ഒരു ബോർഡറിൻ്റെ തിക്നെസ്സാണ് കൊടുക്കുന്നത്. ബോർഡർ = 1 കൊടുത്താൽ അതിനനുസരിച്ചുള്ള ആ ഒരു തിക്നെസ്സിലായിരിക്കും ആ ടേബിളിൻ്റെ ചുറ്റുമുള്ള ബോർഡർ വരിക. അത് നമ്മൾ കൂടുതൽ നമ്പേഴ്സ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ ബോർഡറിൻ്റെ തിക്നെസ്സിലായിരിക്കും ചേഞ്ചസ് വരിക. ഇനി നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ വിത്തൗട്ട് ബോർഡർ ആയിരിക്കും നമുക്ക് ആ ടേബിൾ ഡിസ്പ്ലേ ആവുന്നത്. നെക്സ്റ്റാണ് ബോർഡർ കളർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ബോർഡറിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ ബോർഡർ കളർ = റെഡ് എന്ന് കൊടുത്താൽ റെഡ് കളറുള്ള ബോർഡർ ലൈനായിരിക്കും നമ്മുടെ ടേബിളിന് ചുറ്റുമായിട്ട് വരുന്നത്. നെക്സ്റ്റാണ് അലൈൻ നമ്മൾ പഠിച്ചിട്ടുള്ള ആട്രിബ്യൂട്ടാണ്. ഇത് നമ്മളുടെ ബ്രൗസർ വിൻഡോയിൽ നമ്മളുടെ ടേബിൾ ഏത് പൊസിഷനിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് വേണോ, റൈറ്റ് സൈഡ് വേണോ, സെൻറ്റർ വേണോ എന്ന് പറയാനായിട്ട്. അപ്പോൾ അലൈൻ = ലെഫ്റ്റ്, അല്ലെങ്കിൽ അലൈൻ = റൈറ്റ്, അലൈൻ = സെൻറ്റർ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൽ ടേബിൾ അതായത് പൊസിഷനിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. നെക്സ്റ്റാണ് BG കളർ എന്താ? നമ്മുടെ ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് സ്പെസിഫൈ ചെയ്യുന്നു. ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കേട്ടോ. നെക്സ്റ്റാണ് ബാക്ക്ഗ്രൗണ്ട് എന്താ? നമ്മുടെ ടേബിളിന് ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു ഇമേജിനെ കൊടുക്കാനായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് = എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്ത് പിക്ചറാണോ വരേണ്ടത് ആ പിക്ചറിൻ്റെ പേരായിരിക്കണം. ഇനി നെക്സ്റ്റാണ് സെൽ സ്പേസിങ്, അതുപോലെ തന്നെ സെൽ പാഡിങ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡായിട്ടും 2 മാർക്സ് ആയിട്ടും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും നമ്മളുടെ ടേബിളിൽ കാണുന്ന ഡാറ്റയും അതിൻ്റെ ചുറ്റുമുള്ള സ്പേസായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ സെൽ സ്പേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിലുള്ള ഓരോന്നിനെയും നമ്മൾ സെല്ലെന്നാണ് പറയാം. ഓരോ കുഞ്ഞു ബോക്സുകളും നമ്മളുടെ സെല്ലുകളാണ്. അപ്പം ആ സെല്ലുകൾ തമ്മിൽ എത്ര സ്പേസ് അവിടെ കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് സെൽ സ്പേസിങ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ പഠിക്കുന്നത്. നമുക്കാദ്യം സെൽ സ്പേസിങ് എന്താണെന്ന് നോക്കാം. സെൽ സ്പേസിങ് എന്ന് പറയുന്നത് അതിന് മുന്നായിട്ട് നമുക്ക് സെൽ എന്താണെന്ന് പറയാം. സെൽ എന്ന് പറയുന്നത് ഒരു ടേബിളിൽ കാണുന്ന ഓരോ കുഞ്ഞു ബോക്സുകളും നമ്മളുടെ സെല്ലുകളാണ്. അതായത് ഈ പിക്ചറിൽ നോക്കുക. ഈ പിക്ചറിൽ എന്താ? ഇതൊരു ടേബിളാണെങ്കിൽ ആ ടേബിളിലുള്ള എല്ലാ ഡാറ്റയും എന്താണ്? നമ്മളുടെ സെല്ലുകളാണ്. ഓരോ ബോക്സുകളും സെല്ലുകളാണ്. ഇത് മൊത്തമായിട്ടൊരു ടേബിളാണ്. അതിൻ്റെ ഉള്ളിൽ 4 സെല്ലുകളുണ്ട്. ആ സെല്ലുകളിലുള്ള ഡാറ്റ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ ഓരോ ഡാറ്റകൾ ഇരിക്കുന്ന ഓരോ ഇതിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ സെൽ സ്പേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെല്ലുകൾ തമ്മിലുള്ള സ്പേസ്. ഇവിടെ സെൽ സ്പേസിങ് എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. ഓരോ സെല്ലുകൾ ഇപ്പോൾ സെൽ സ്പേസിങ് = എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സെല്ലുകളും തമ്മിൽ ആ ഒരു
ഗ്യാപ്പ് അവിടെ കീപ്പ് ചെയ്യും. അതാണ് സെൽ സ്പേസിങ്. അപ്പോൾ സെൽ സ്പേസിങ് മനസ്സിലായെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റാണ് സെൽ പാഡിങ് എന്ന് പറയുന്നത്. സെൽ പാഡിങ് എന്ന് പറയുന്നത് ഒരു സെല്ല് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ കുറേ സെല്ലുകൾ നമ്മുടെ ടേബിളിലുണ്ടാവും. അപ്പോൾ ഒരു സെല്ലിലുള്ള ഡാറ്റ, ഒരു സെല്ലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഇരിക്കുന്നുണ്ടാവും. ആ കണ്ടൻറ്റും ആ സെല്ലിൻ്റെ ബോർഡറും തമ്മിലുള്ള ഗ്യാപ്പ്. ഇവിടെ ഈ ഒരു ഇത് നോക്കുക, ഇവിടെ സെൽ പാഡിങ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു സെല്ലിനകത്തൊരു ടെക്സ്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റും ആ ഒരു സെല്ലിൻ്റെ ബോർഡറും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് കൊടുക്കണം. അപ്പം അതിന് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഡാറ്റേനെ അവിടെ ഡിസ്പ്ലേ ചെയ്യണത്. അപ്പോൾ ഇതാണ് സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും. ലോജിക്കലി നമ്മൾക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. എപ്പോഴും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യനാണ് സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും എന്താണെന്നുള്ളത്. ഇനി നെക്സ്റ്റാണ് വിഡ്ത്ത് ഹൈറ്റ്. നമുക്കറിയാം ടേബിളിൻ്റെ വിഡ്ത്തും ടേബിളിൻ്റെ ഹൈറ്റും സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഫ്രെയിം എന്ന് പറയുന്നത് എന്താ? ഫ്രെയിം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ടേബിളിൻ്റെ ബോർഡേഴ്സിനെ എങ്ങനെയൊക്കെ ഡിസ്പ്ലേ ചെയ്യണം, ഏത് രീതിയിലൊക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും, അത് പറയാനാണ് ഫ്രെയിം ആട്രിബ്യൂട്ട് ഉള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടേബിളിൻ്റെ ഉള്ള ബോർഡേഴ്സ് ഇവിടെ 3 ടൈപ്പിൽ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്ന് കാണിക്കാനായിട്ടാണ് ഫ്രെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫ്രെയിം ആട്രിബ്യൂട്ടിന് നമ്മൾ കുറച്ച് വാല്യൂസ് കൊടുക്കും. അതിനനുസരിച്ചിട്ടാണല്ലോ ടേബിളിൻ്റെ ഫ്രെയിം വരിക. അപ്പോൾ കൊടുക്കാവുന്ന വാല്യൂസ്, ഫ്രെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് കൊടുക്കാവുന്ന വാല്യൂസാണ് വോയിഡ് കൊടുക്കാം. വോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോർഡേഴ്സും ഉണ്ടാവില്ല. അതുപോലെ ഫ്രെയിം ഈക്വൽ ടു എബോവ് കൊടുത്തു കഴിഞ്ഞാൽ ടേബിളിൻ്റെ ടോപ്പ് പൊസിഷനിൽ മാത്രം ബോർഡേഴ്സ് വരും. ഫ്രെയിം ഈക്വൽ ടു ബിലോ കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടം പൊസിഷനിൽ മാത്രം ബോർഡർ ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ ഫ്രെയിം ഈക്വൽ ടു എച്ച് സൈഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ സൈഡ്സിൽ മാത്രം ബോർഡേഴ്സ് കാണിക്കും. അതുപോലെ തന്നെ ഫ്രെയിം ഈക്വൽ ടു LHS ഓർ RHS കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും നമ്മുടെ ബോർഡേഴ്സ് കാണിക്കുക. അതുപോലെ ഫ്രെയിം ഈക്വൽ ടു V സൈഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കൽ സൈഡ്സിൽ മാത്രം വരും. അതുപോലെ ബോക്സ് ഓർ ബോർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡിലായിട്ടും, അതായത് മൊത്തമായിട്ടും വരും, ബോർഡർ വരും. അത് ഡിഫോൾട്ട് വാല്യൂ ആണ്. ബോക്സ് ഓർ ബോർഡർ നമ്മൾ കൊടുത്തില്ലെങ്കിലും ഒരു ഫുൾ അതിനെ ചുറ്റിയിട്ടുള്ള ബോർഡറായിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ ഇതാണ് ഫ്രെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. നെക്സ്റ്റാണ് റൂൾസ് എന്ന് പറയുന്നത് നമ്മളുടെ ടേബിളിൻ്റെ ഉള്ളിൽ എന്ത് ടൈപ്പ് അല്ലെങ്കിൽ എങ്ങനെ റൂൾസ് ഡിസ്പ്ലേ ചെയ്യണം. റൂൾസ് എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ബോർഡേഴ്സ്, അതായത് നമ്മൾ നേരത്തെ ഫ്രെയിം പറഞ്ഞല്ലോ, ഫ്രെയിം എന്ന് പറയുന്നത് ടേബിൾ ബോർഡറിൻ്റെ എങ്ങനെ കാണിക്കണം എന്ന് പറയാനാണ്. റൂൾസ് എന്ന് പറയുന്നത് സെല്ലുകൾ തമ്മിലുള്ള ബോർഡേഴ്സ് ഇല്ലേ, ഉള്ളിലുള്ള വരകൾ, റോസ് കോളംസ് തമ്മിലുള്ള അവർ തമ്മിലുള്ള ബോർഡേഴ്സിൻ്റെ ലൈൻസ് എങ്ങനെ വരണം എന്നൊക്കെ പറയാനാണ് റൂൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. ഇവിടെ നോക്കിയേ, ഇവിടെ 3 ടേബിൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ സെൽസുകൾ തമ്മിലുള്ള റൂൾസ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കാനാണ് റൂൾസ് യൂസ് ചെയ്യുക. ഇനി റൂൾസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന വാല്യൂസ് ഉണ്ട്. റൂൾസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നൺ കൊടുത്താൽ നോ റൂൾസ് വരും. അതായത് ഉള്ളിൽ ഒരു ബോർഡേഴ്സും കാണാതെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും, ഡാറ്റാസ് മാത്രമായിട്ടായിരിക്കും വരിക. അതുപോലെ റൂൾസ് ഈക്വൽ ടു കോൾസ് കൊടുത്താൽ കോളംസിന് മാത്രമായിട്ട് റൂൾസ് വരും. അതുപോലെ റൂൾസ് ഈക്വൽ ടു റോസ് കൊടുത്താൽ റോസുകൾ തമ്മിലുള്ള റോസുകളിൽ എന്താ പറയുക, സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ബോർഡേഴ്സായിട്ട് ആയിരിക്കും വരിക, റൂൾസായിട്ടായിരിക്കും വരിക. അതുപോലെ റൂൾസ് ഈക്വൽ ടു ഗ്രൂപ്പ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് റോ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ കോളം ഗ്രൂപ്പുകൾക്ക് മാത്രമായിട്ട് ആയിരിക്കും വരുന്നത്. പിന്നെ റൂൾസ് ഈക്വൽ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എല്ലാ റോസും കോളംസിനും റൂൾസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ടേബിളിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരുന്നത്. ബോർഡർ കളർ, അലൈൻ BG കളർ, ബാക്ക്ഗ്രൗണ്ട്, സെൽ സ്പേസിങ്, സെൽ പാഡിങ്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, ഫ്രെയിം റൂൾസ്. അതിൽ നമ്മൾ കുറച്ചുകൂടി പുതുതായിട്ട് പഠിക്കുന്ന ആട്രിബ്യൂട്ടാണ് സെൽ സ്പേസിങ്, സെൽ പാഡിങ്, അതുപോലെ തന്നെ ഫ്രെയിം റൂളൊക്കെ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത്, ഇപ്പോൾ ടേബിൾ ടാഗ് നമ്മുടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കുറച്ച് ടാഗുകളും കൂടി ഉണ്ട്. നെക്സ്റ്റാണ് TR ടാഗ്.
ടി ആർ ടാഗ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടേബിളിൽ റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്, ഹെഡിങ്സ് ഉണ്ട്, ഡാറ്റ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ടി ആർ ടാഗ് യൂസ് ചെയ്യുന്നത് ടേബിളിലുള്ള റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടേബിളിലെ ഹെഡിങ്സ് അടക്കം എല്ലാതും റോകളാണ് അല്ലേ, നേരെ നേരെ വരുന്നതാണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കുള്ള എല്ലാതും എന്താണ് ഈ റോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ റോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ടി ആർ ടാഗ്. ടി ആർ ടാഗും ഒരു കണ്ടെയ്നർ ടാഗാണ്. ഇനി ടി ആർ ടാഗിൽ തന്നെ അല്ലെങ്കിൽ റോയിൽ തന്നെ രണ്ട് ടൈപ്പ്, അല്ലെങ്കിൽ റോയിലല്ല സെൽസിൽ രണ്ട് ടൈപ്പുകളുണ്ട്. ഹെഡിങ് സെൽസ് ഉണ്ട്, ഡാറ്റ സെൽസ് ഉണ്ട്. അത് നമ്മുടെ സെല്ല് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരു ടേബിളിൽ കാണുന്ന ഡാറ്റ ഇരിക്കുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇരിക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു ബോക്സുകളും എന്താണ്, സെല്ലാണ്. അപ്പോൾ ആ സെൽസിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഹെഡിങ് സെൽസ് ഉണ്ട്, ഡാറ്റ സെൽസ് ഉണ്ട്. അപ്പോൾ ഹെഡിങ് സെൽസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഒരു ടേബിളിൽ റോൾ നമ്പർ, നെയിം, ID എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റോൾ നമ്പർ, നെയിം, ID എന്നൊക്കെ പറയുന്ന മുകളിലുള്ളതായിരിക്കും നമ്മുടെ ഹെഡിങ് സെൽസ്. അതിൻ്റെ താഴെ 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഡാറ്റ സെൽസ്. അപ്പോൾ ഇതാണ് ടി ആർ ടാഗ്. ടി ആർ ടാഗ് മനസ്സിലായിരിക്കുന്നു. റോസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ടാഗാണ് ടി എച്ച് ടാഗ്. ടി എച്ച് ടാഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഹെഡിങ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഹെഡിങ് സെൽസ് ക്രിയേറ്റ് ചെയ്യാനാണ് ടി എച്ച് ടാഗ് നമ്മൾ യൂസ് ചെയ്യുക. ഹെഡിങ്ങുകളായിട്ട് വരും, ടേബിളിൻ്റെ ഉള്ളിലുള്ള ഹെഡിങ്ങുകളായിട്ട് വരും. അത് ടി എച്ചും എന്താണ്, ഒരു കണ്ടെയ്നർ ടാഗാണ്. ടി എച്ച് എപ്പോഴും ഒരു ടി ആർ ടാഗിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുക. കാരണം ഓരോ ഹെഡിങ്ങും ഓരോ റോലാണല്ലോ, അതുകൊണ്ട്. ഇനി നെക്സ്റ്റാണ് ടി ഡി ടാഗ്. ടി ഡി ടാഗ് നമ്മളുടെ ഡാറ്റ സെൽസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. കണ്ടെയ്നർ ടാഗ് തന്നെയാണ്. അതുപോലെ തന്നെ ടി ആർ ടാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് ടി എച്ച് ടാഗ് നമ്മൾ പ്ലേസ് ചെയ്യാറ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടേബിൾ, ഒരു ബേസിക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗുകൾ. ഇവിടെ നമുക്കൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ടേബിൾ 5.14. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നോക്കുക. നമ്മുടെ ബോഡി ടാഗ് മുതൽ പറയാം. നമ്മൾ ബോഡി ഓപ്പൺ ചെയ്തു. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ, ജസ്റ്റ് ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്തു. നമുക്ക് ബോർഡർ വേണം അല്ലേ. ബോർഡർ എന്ന് വെച്ചാൽ ചുറ്റുമുള്ളത്, ടേബിളിൻ്റെ ചുറ്റുമുള്ളത്. അപ്പോൾ ടേബിളിൻ്റെ ഉള്ളിൽ തന്നെ ബോർഡർ = 1 കൊടുത്തു. അപ്പോൾ ആ ഒരു 1 എന്ന് പറയുന്ന ആ വാല്യൂവിൻ്റെ തിക്നെസ്സിൽ ബോർഡർ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എത്ര റോ ഉണ്ട് നമ്മൾ പറഞ്ഞു. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കുള്ള ഓരോ നിരയാണ് എന്ത്, ഈ റോ എന്ന് പറയുന്നത്. അപ്പോൾ റോൾ നമ്പർ, നെയിം, ഫസ്റ്റത്തെ റോ, 1 ആലിയ, സെക്കൻഡ് റോ, 2 അരുൺ, തേർഡ് റോ. അങ്ങനെ 3 റോ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം, 3 ടി ആർ ടാഗുകൾ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ടി ആർ ഓപ്പൺ ചെയ്തു. ഫസ്റ്റത്തെ റോയിൽ എന്താ ഉള്ളത്, റോൾ നമ്പറും നെയിമുമാണ് ഉള്ളത്. അത് ഹെഡിങ്ങുകളല്ലേ. അപ്പോൾ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇത് ടാഗ് വേണ്ടേ, ടി എച്ച് ടാഗ് വേണം. അപ്പോൾ ടി ആർ ടാഗ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റത്തെ ടി എച്ചിൻ്റെ ഉള്ളിൽ റോൾ നമ്പർ എഴുതി, ടി എച്ച് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ടി എച്ച് ടാഗിൽ നെയിം എന്ന് എഴുതി, ടി എച്ച് ക്ലോസ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് റോ കഴിഞ്ഞു. ഓപ്പൺ ചെയ്ത ടി ആർ ക്ലോസ് ചെയ്തു. ഇനി രണ്ടാമത്തെ റോ വരണം. രണ്ടാമത്തെ റോയ്ക്ക് നെക്സ്റ്റ് ടി ആർ ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് റോയിൽ 1 ആലിയ എന്ന് പറയുന്ന ഡാറ്റ വരണം. അത് ഡാറ്റ സെൽസ് ആണ്. അപ്പോൾ ഡാറ്റ വരാനായിട്ട് സെക്കൻഡ് ടി ആർ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ടി ഡി ടാഗിൻ്റെ ഉള്ളിൽ 1 എഴുതി, ടി ഡി ടാഗ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ടി ഡി ടാഗിൻ്റെ ഉള്ളിൽ ആലിയ എന്നുള്ള പേര് എഴുതി, ടി ഡി ടാഗ് ക്ലോസ് ചെയ്തു. നമ്മുടെ റോ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടി ആർ ടാഗ് ക്ലോസ് ചെയ്യുക. ഇനി തേർഡ് റോ വരാനായിട്ട് തേർഡ് ടി ആർ ടാഗ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിലും ഡാറ്റ സെൽസ് ആണ്. അപ്പോൾ ടി ഡി ടാഗ് അതിൻ്റെ ഉള്ളിൽ 2 എഴുതി, ടി ഡി ടാഗ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ടി ഡി ടാഗ് എഴുതി, അരുൺ എഴുതി, ടി ഡി ടാഗ് ക്ലോസ് ചെയ്തു. നമ്മുടെ റോ തീർന്നു. അപ്പോൾ നമ്മൾ ടി ആർ ടാഗ് ക്ലോസ് ചെയ്യും. അങ്ങനെ 3 ടി ആറിൻ്റെ ബ്ലോക്കുകളാണുള്ളത്. ഫസ്റ്റത്തെ ബ്ലോക്കിൽ ഹെഡിങ്ങുകളാണ്. പിന്നത്തെ 2 ബ്ലോക്കുകളിലും ഡാറ്റ സെൽസ് ആയതുകൊണ്ട് ടി ഡി യൂസ് ചെയ്തു. ഇനി ഈ 3 ടി ആർ ടാഗും കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ ടേബിൾ ടാഗ് ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. അപ്പോൾ ഫിഗർ 5.14 ആ ഒരു ടേബിളായിരിക്കും നമുക്ക് ബ്രൗസറിൽ കാണാനായിട്ട് പറ്റുക. ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇയർ 2012 to 14. അതിൽ സ്മോക്കേഴ്സിൻ്റെ നമ്പർ, എത്ര സ്മോക്കേഴ്സ് ഉണ്ട് ആ ഒരു ഇയറിൽ, അതുപോലെ എത്ര പാനി യൂസേഴ്സ് ഉണ്ട്, എത്ര ആൽക്കഹോൾ യൂസേഴ്സ് ഉണ്ട്, എത്ര അതർ കേസസ് ഉണ്ട് എന്നൊക്കെ ഇയർ വൈസായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളൊരു ടേബിൾ. അപ്പോൾ ഈ ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഈ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ആട്രിബ്യൂട്ടുകളൊക്കെ ഉണ്ടല്ലോ ടേബിളിൻ്റെ. അപ്പോൾ ആ ടേബിളിൻ്റെ ആട്രിബ്യൂട്ടുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക.
ഈ 5.515 എന്ന് പറയുന്ന ഈ ഒരു കണക്കിലുള്ള ടേബിൾ. ഇതിൽ ബോർഡറുണ്ട്, ബോർഡറിനൊരു കളറുണ്ട്, സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട്. അപ്പോൾ ഇതല്ലാതെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം പറയണേ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ടു ക്രിയേറ്റ് എ വെബ് പേജ് കണ്ടെയ്നിങ് എ ടേബിൾ വിത്ത് ബോർഡർ ആൻഡ് കളർ. അപ്പോൾ ഇവിടെ HTML ടാഗ്, ഹെഡ് ടാഗ്, ടൈറ്റിൽ, അതിൽ ഹോസ്പിറ്റൽ ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിൽ നമ്മൾ ടേബിളാണ് ക്രിയേറ്റ് ചെയ്യണത് അല്ലേ. അപ്പോൾ ഈ ഒരു 5.15 എന്ന് പറയുന്ന ആ ഒരു ടേബിൾ, ആ ഒരു ഫിഗറിലുള്ള ടേബിളിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനൊരു ബോർഡർ ഉണ്ട്, ബോർഡർ കളറുണ്ട്, സെൽ സ്പേസിംഗ് ഉണ്ട്, സെൽ പാഡിംഗ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയുണ്ട്. അപ്പം നമ്മൾ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്യുക. ടേബിളിന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുക. ബോർഡർ = 3, തിക്നെസ് 3 കൊടുത്തിട്ടുണ്ട്. ബോർഡർ കളർ റെഡ് കൊടുത്തിട്ടുണ്ട്. BG കളറായിട്ടുള്ളൊരു ഹെക്സാഡെസിമൽ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കളറാണ് നമ്മുടെ ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അലൈൻ ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. സെൽ സ്പേസിങ് 16ഉം സെൽ പാഡിങ് 5ഉം വിഡ്ത്ത് 50% കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ആട്രിബ്യൂട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത്രയും അപ്ലൈഡായിട്ട് നമ്മുടെ ടേബിൾ അവിടെ വന്നു. ഇനി അതിലുള്ള ഓരോ റോസ് ക്രിയേറ്റ് ചെയ്യണം, അതിനുള്ള ഡാറ്റാസും വേണം. അപ്പോൾ ഫസ്റ്റത്തെ റോ എന്ന് പറയുന്നത് ഇയർ 2012-14, അതാണ് ഫസ്റ്റത്തെ റോ. അപ്പോൾ TR ടാഗ്, അത് രണ്ടും ഹെഡിങ് ആണ് അല്ലേ. അപ്പോൾ TH ടാഗിൽ ഇയറും 2012-14 TH ടാഗിൽ എഴുതി TR ടാഗ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് TRൽ സ്മോക്കേഴ്സ് എന്ന് പറയുന്നത് ഹെഡിങ്ങും 412 എന്ന് പറയുന്നത് ഡാറ്റയാണ്. ഈ ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്നതൊക്കെ ഹെഡിങ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യണത്. അപ്പോൾ സ്മോക്കേഴ്സ് എന്ന് പറയുന്നത് ഹെഡിങ്ങും 412 എന്ന് പറയുന്നത് ഡാറ്റയാണ്. അപ്പോൾ നെക്സ്റ്റ് TRൽ THൽ സ്മോക്കേഴ്സും TDയിൽ 412 എഴുതി, എന്നിട്ട് TR ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് TRൽ പാൻ യൂസേഴ്സ് ഹെഡിങ് ആണ്. അപ്പോൾ THൽ പാൻ യൂസേഴ്സ് കൊടുത്തു, TDയിൽ 159 കൊടുത്തു, എന്നിട്ട് TR ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് TRൽ ആൽക്കഹോൾ യൂസേഴ്സ് ഹെഡിങ് ആണ്. അപ്പോൾ THൽ ആൽക്കഹോൾ യൂസേഴ്സ് കൊടുത്തു, TDയിൽ 219 കൊടുത്തു. അത് കഴിഞ്ഞ് TR ക്ലോസ് ചെയ്യുക. ലാസ്റ്റത്തെ റോയിൽ അതർ കേസസ് എന്ന് പറയുന്നതും ഹെഡിങ് ആണ്. അപ്പം THൽ അതർ കേസസ് കൊടുത്തു, TDയിൽ 280 കൊടുത്തു, എന്നിട്ട് TR ക്ലോസ് ചെയ്തു. ഇത്രയും റോസ് കഴിഞ്ഞതിന് ശേഷം ടേബിൾ ടാഗ് ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ബോർഡറും ബോർഡർ കളറും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറും അലൈൻമെൻറ്റും സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും എല്ലാം അപ്ലൈഡ് ആയിട്ടുള്ളൊരു ടേബിളാണ് ഫിഗർ 5.15 അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ടേബിൾ ടാഗിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ടേബിൾ, അതിൽ വരുന്ന ആട്രിബ്യൂട്ടുകൾ എന്തൊക്കെയാണ്, മെയിനായിട്ടുള്ള ആട്രിബ്യൂട്ട് എന്തൊക്കെയാണ്, TR എന്താണ്, TH എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി TRൻ്റെയും THൻ്റെയും TDയുടെയും ഒക്കെ എക്സ്ട്രാ എന്തെങ്കിലും ആട്രിബ്യൂട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നെക്സ്റ്റാണ് ആട്രിബ്യൂട്ട്സ് ഓഫ് TR ടാഗിൻ്റെ ആട്രിബ്യൂട്ട്. അപ്പോൾ TR ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു, ഒരു റോ ക്രിയേറ്റ് ചെയ്യാനാണ്. ഒരു ടേബിൾ റോ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് TR. അപ്പോൾ TRൻ്റെ മെയിൻ ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ടാണ് അലൈൻ, VAlign, BG കളർ. അപ്പോൾ അലൈൻ എന്താണെന്നറിയാലോ, അതായത് ആ ഒരു പെർട്ടിക്കുലർ ഒരു റോയിൽ ഉള്ള ഡാറ്റ അതെവിടെ വരണം, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ സെൻറ്റർ ആണോ പ്ലേസ് ചെയ്യേണ്ടത്, അത് പറയാനാണ്. ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന റോയിലുള്ള ടെക്സ്റ്റുകൾ മാത്രം ആ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ സെൻറ്റർ ആണോ വരുന്നതെന്ന് പറയാനായിട്ടാണ് അലൈൻ. ഇനി VAlign എന്ന് പറയുന്നത് വെർട്ടിക്കൽ അലൈൻമെൻ്റ് ആണ്. വെർട്ടിക്കൽ എന്ന് വെച്ചാൽ എന്താ, ടോപ്പ് മിഡിൽ ബോട്ടം, അതായത് മുകളിൽ മിഡിൽ താഴെ, ഈ ഒരു രീതിയിൽ വരാനായിട്ട്. അപ്പോൾ VAlign = ടോപ്പ് എന്ന് കൊടുത്താൽ ആ ഒരു റോയിലുള്ള ഡാറ്റ ആ ഒരു പെർട്ടിക്കുലർ സെല്ലിൻ്റെ ഉള്ളിൽ മുകളിലാണോ മിഡിലാണോ ബോട്ടമാണോ വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ VAlignൽ വരുന്ന സ്പെസിഫിക് ആയിട്ട് വരുന്ന വാല്യൂസാണ് ടോപ്പ് മിഡിൽ ബോട്ടം, അല്ലെങ്കിൽ ബോട്ടത്തിന് പകരം ബേസ് ലൈൻ എന്നും കൂടെ കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റാണ് BG കളർ. BG കളർ എന്ന് പറയുന്നത് ആ ഒരു റോന് മാത്രം BG കളർ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കൊടുക്കുന്നത് ആ സ്പെസിഫിക് റോയ്ക്ക് മാത്രം ബാക്ക്ഗ്രൗണ്ടായിട്ട് വരും. അപ്പം ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. TR ടാഗ് ജസ്റ്റ് ഒരു റോ ക്രിയേറ്റ് ചെയ്യണതിൻ്റെ ആ ഒരു TRൽ BG കളർ യെല്ലോ, അലൈൻ റൈറ്റ്, അതുപോലെ VAlign മിഡിൽ കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് പാൻ യൂസേഴ്സ് THലും 159 TDയിലും കൊടുത്തിട്ട് TR ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഫിഗർ 5.16 നോക്കുക. അതിൽ പാൻ യൂസേഴ്സിൻ്റെ ആ ഒരു റോ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആയിട്ട് വന്നിട്ടുണ്ട്. അലൈൻ എന്ന് പറയുന്നത് ആ ഒരു റോയിലുള്ള ടെക്സ്റ്റുകൾ മാത്രം റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. VLI എന്ന് പറയുന്നത് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്, അതായത് മിഡിൽ പൊസിഷനിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് TR ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് THൻ്റെയും TDയുടെയും ആട്രിബ്യൂട്ട്സുകളാണ്. THയും TDയും സെയിം ആട്രിബ്യൂട്ടുകളാണ്. അപ്പോൾ അതിൻ്റെ നോക്കാം. THയും TDയും എന്തിനാണെന്ന് മനസ്സിലായല്ലോ, ഹെഡിങ് സെൽസും ഡാറ്റ സെൽസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്നത് അലൈൻ. ഫസ്റ്റത്തെ അലൈൻ എന്ന് പറയുന്നത് നമ്മൾ TRൽ പറഞ്ഞ പോലെ തന്നെ ഒരു സെല്ലിനുള്ളിലുള്ള THയോ TDയോ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സെല്ലിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ അല്ലെങ്കിൽ ടെക്സ്റ്റ് ലെഫ്റ്റോ റൈറ്റോ സെൻറ്ററോ വരണോ എന്ന് പറയാനാണ് അലൈൻ ഉള്ളത്. VLI എന്ന് പറയുന്നത് വെർട്ടിക്കൽ അലൈൻമെൻ്റ് ആണ്. സെയിം TRൽ പറഞ്ഞ പോലെ തന്നെ ബോട്ടം, മിഡിൽ, ടോപ്പ് ഇത്രയും വാല്യൂസ് കൊടുത്തിട്ട് വെർട്ടിക്കൽ അലൈൻമെൻറ്റിൽ സെറ്റ് ചെയ്യാനാണ് VLI എന്നുള്ളത്. BG കളർ TH ടാഗിനോ TD ടാഗിനോ സ്പെസിഫിക് ഹെഡിങ് സെല്ലിനോ ഡാറ്റ സെല്ലിനോ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കൊടുക്കുന്നു. പിന്നെ ഉള്ളതാണ് കോൾ സ്പാനും റോ സ്പാനും. നമ്മളെ സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ കോൾ സ്പാനും റോ സ്പാനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ഇനി കോൾ സ്പാനും റോ സ്പാനും എന്താണെന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മുടെ കോൾ സ്പാനും റോ സ്പാനും പറയുന്നതിന് മുന്നേ ഇവിടെ 2 ടേബിൾസ് വന്നിട്ടുണ്ട് അല്ലേ. നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേബിളുണ്ട്, ഏപ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേബിളുണ്ട്. ഈ ഫസ്റ്റത്തെ ടേബിളിൽ നോക്കുക. ഫസ്റ്റത്തെ ടേബിളിൽ നെയിം എന്ന് പറയുന്നത് ഒരു സെല്ലാണ് അല്ലേ. ആ സെല്ല് താഴത്തേക്കുള്ള 2 കോളത്തിനെ സ്പാൻ ചെയ്തിരിക്കുകയാണ്. അതായത് നെയിം എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സെല്ല് 2 കോളത്തിനേക്കായിട്ട് അവിടെ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കൊടുത്തിരിക്കുകയാണ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സെല്ല് 2 കോളത്തിനെ സ്പാൻ ചെയ്തിരിക്കണം. ഇങ്ങനെ കൊടുക്കാനാണ് കോൾ സ്പാൻ നമ്മൾ യൂസ് ചെയ്യുക. ഒരു സെല്ല് എത്ര കോളത്തിനെ സ്പാൻ ചെയ്ത് നിൽക്കണം എന്ന് പറയാനാണ് കോൾ സ്പാൻ ഉള്ളത്. ഇനി രണ്ടാമത്തെ ടേബിൾ നോക്കുക. അതിൽ ഏപ്രിൽ എന്ന് പറയുന്ന ഒരു സെല്ല് കോളത്തിനെയാണോ റോനെയാണോ സ്പാൻ ചെയ്തിരിക്കണേ? റോനെയാണ് സ്പാൻ ചെയ്തിരിക്കണേ അല്ലേ. ലെഫ്റ്റ് ടു റൈറ്റിലുള്ള നിരയായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ റോ എന്ന് പറയുക. അപ്പോൾ 3 റോനെ സ്പാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് റോ സ്പാൻ എന്ന് പറയുക. ഫസ്റ്റത്തെ കോളത്തിൽ അപ്ലൈ ചെയ്തത് കോളത്തിനെ സ്പാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് കോൾ സ്പാൻ ആണ്. അപ്പോൾ നെയിം എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സെല്ലിന് കോൾ സ്പാൻ 2 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 കോളത്തിനെ അവിടെ സ്പാൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ടേബിളിൽ ഏപ്രിൽ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സെല്ല് 3 റോനെ സ്പാൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഏപ്രിൽ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സെല്ലിന് റോ സ്പാൻ 3 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 3 റോസിനെ സ്പാൻ ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. പിന്നെ നമുക്ക് ഡെഫിനിഷനിലേക്ക് വരാം. അതായത് കോൾ സ്പാൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഒരു സെല്ലിന് എത്ര കോളംസിനെ ഒക്യുപ്പൈ ചെയ്ത് നിർത്താനായിട്ട് ആവശ്യമുണ്ട്, അത്രയും കോളത്തിൻ്റെ നമ്പർ കൊടുക്കാനാണ് കോൾ സ്പാൻ യൂസ് ചെയ്യണത്. ഇവിടെ ഡെഫിനേഷൻ നോക്കാം. കോൾ സ്പാൻ വാല്യൂ ഡിഫൈൻസ് ദ നമ്പർ ഓഫ് കോളംസ് ഒക്യുപ്പൈഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ സെൽ. ഇപ്പോൾ എത്ര കോളംസ് വേണം എന്നുള്ളത് കോൾ സ്പാൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. അത് THൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ TDക്ക് ഉള്ളിലോ നമുക്ക് കൊടുക്കാവുന്നതാണ്. കാരണം 2 ടാഗുകളുടെയും ആട്രിബ്യൂട്ടാണ് കോൾ സ്പാൻ. ഇനി നെക്സ്റ്റ് റോ സ്പാൻ നോക്കുക. റോ സ്പാൻ എന്ന് പറയുന്നത് എന്താ? ഒരു പെർട്ടിക്കുലർ ഒരു സെല്ലിന് അതിനെ ഒക്യുപ്പൈ ചെയ്തിട്ട് എത്ര റോസ് ആവശ്യമായിട്ട് വേണം ആ നമ്പർ പറയാനാണ് റോ സ്പാൻ ഉള്ളത്. അപ്പോൾ ഡെഫിനിഷൻ നോക്കുക. റോ സ്പാൻ ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ നമ്പർ ഓഫ് റോസ് ടു ബി സ്പാൻഡ് ബൈ ദ സെൽ. അപ്പോൾ റോ സ്പാൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയാണോ നമ്പർ കൊടുക്കുന്നത് അത്രയും നമ്പർ ഓഫ് റോസ് നമ്മളുടെ ആ പെർട്ടിക്കുലർ ആ ഒരു സെല്ലിനോട് ഒക്യുപ്പൈ ചെയ്ത് നിൽക്കും, സ്പാൻ ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത്രയാണ് TH TD ടാഗുകളുടെ ആട്രിബ്യൂട്ട്സ്. അലൈൻ, VLI, BG കളർ, കോൾ സ്പാൻ, റോ സ്പാൻ. കോൾ സ്പാനും റോ സ്പാനും പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ കോൾ സ്പാനും റോ സ്പാനും കൂടിയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.